അസ്സലാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് സമയം കഴിഞ്ഞിട്ടാണ്, ഓരോരോ തിരക്കായിരുന്നു. എന്താണ് ആ ആ ആന വരച്ചാ എവിടെ? ആ ആ ആ ഗുഡ് ബോയ്. നീ വരച്ചോട്ടാ. ഇപ്പൊ വരട്ടെ നോക്കിട്ട് ഇവിടെ ഇരുന്നോ, അവിടെ ഇരുന്ന് വരച്ചോ. അപ്പൊ ഞാന് ഇന്ന് കുക്കിങ്ങിന് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ബീഫാണ് ഉണ്ടാക്കുന്നത്. ബീഫ് വേവിച്ച് വെച്ചതാണ് കേട്ടോ. മഞ്ഞപ്പൊടിയും ഉപ്പും മുളകും പൊടി മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് ബീഫ്. അതേപോലെ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. വേവിച്ച് വെച്ച ബീഫ് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കല്, ഇതേപോലെ ഉണ്ടാക്കുക. അത് ബീഫ് ഇതൊക്കെ ഇട്ടുകാണ്ട് വേവിച്ചേക്കും, പൊടികളൊക്കെ ഇട്ടുകാണ്ട് വേവിച്ചേക്കും. അതിന് ശേഷം ഞാൻ ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട് പിന്നെ അത് വാട്ടലൊക്കെ. അപ്പോൾ ചട്ടി ചൂടാകട്ടെ. അപ്പോൾ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണേൻ്റെ ആട്ടം ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പച്ചമുളകും. അപ്പോൾ കുറച്ച് ഉപ്പിടുക, വേഗം വാടാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ കുറച്ച് തന്നെ മതി ഉപ്പ്. ഉപ്പ് കയറിയാൽ ഇല്ലെങ്കിൽ പിന്നിടാ, കൂടുതലായാൽ പിന്നെ പണി വാളിയാൽ തന്നെ. അപ്പോൾ നല്ല വാടണത്. ചെറിയ തീയിൽ കിടന്നിട്ട് നല്ല വാടിയതിന് ശേഷമാണ് ഞാൻ പിന്നെ തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുത്തത്. പച്ചമുളകും ഇതിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഓരോ തിരക്കായിരുന്നു. നല്ല ചൂടുണ്ട്, വെയിലായിട്ട് നല്ല ചൂടും, പുറത്തൊക്കെ ഇറങ്ങാൻ വയ്യ. നല്ല ചൂടുണ്ട്. അപ്പോൾ നല്ലൊന്ന് വാടിക്കോട്ടെ. അപ്പോൾ പച്ചമുളക് ഉള്ളി നല്ല വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എടാ എന്താണ് കുത്തുകാട്ടുന്നേ? എന്തോ ഒപ്പിക്കൊണ്ടിട്ടാ അല്ലെങ്കിൽ അതാ ഞാൻ വേണ്ടിയിട്ട് പോകുന്ന എന്തെങ്കിലും ഫിക്രസ് അവിടെ കിട്ടുണ്ടാവും. കൂടി നല്ല എന്ത് വിക്രസ് എത്തിന്ന് ഞാൻ എത്തുന്ന പോന്നാലും മൂപ്പര് വിക്രസ് എത്തല്. നല്ല നല്ല ചൂടുണ്ട്, വേർക്കുന്നു. അപ്പൊ ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കണം. തക്കാളി കുറച്ചൊക്കെ വാടിയിട്ടുണ്ട്. നന്നായി വാടുമ്പോഴത്തേക്കും ഇതിനെ കൂടെ ഒന്ന് വാടിക്കോട്ടെ. അപ്പൊ ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി കുറച്ചൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ വാടുമ്പോഴത്തേന് ഇത് അതിന് കൂടെ കിടന്നിട്ട് അത് സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി വാടുന്നത്. അപ്പോൾ വേപ്പിൻ്റെ ഇല കൊടുത്ത് എല്ലാം കൂടി മിക്സ് ആയപ്പോൾ നല്ല സ്മെല്ലിട്ടാ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതക്കുമ്പോൾ ഉലുവൻ്റെ പൊടിയും കൂടെ ചതച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബീഫിൽ ഉലുവ ഇടാൻ വേണ്ടി മറന്നു. അപ്പോൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുക്കറിൽ വെച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ്, കുക്കർ ചൂടായപ്പോഴാണ് ഓർമ്മ ഉലുവ ചെയ്യലോടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കൂടെ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ല വാടിക്കോട്ടെ, എന്നിട്ടാണ് ബാക്കിയുള്ളത് ചെയ്യാം.
അപ്പോൾ ഞങ്ങൾ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇഞ്ചിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും അതേപോലെ എല്ലാം നല്ല വാടിയിട്ട് കിട്ടാം, നല്ല വാടി തയ്ക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. പൊടിച്ച് വെച്ചതാണ് കേട്ടോ ബിരിയാണി മസാല. അപ്പോൾ അത് കുറച്ച് മതി. നല്ല സ്മെല്ല് ഉണ്ടല്ലോ കൂടെ, സൂപ്പർ മണം. എടാ കേറി മറിയുന്നെന്തിനാ ഒരു ഭാഗത്ത് നിൽക്കോളൂ പൊന്നെ, മുഖമൊന്നും ചെയ്യല്ലേ. അപ്പോൾ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിക്ക് കച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ എള്ളിൻ്റെ കഷ്ണുണ്ട് അതുകൊണ്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഫ്രൈ പാനെ പലവും ലാസ്റ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇതിക്ക് കൊടുക്കാൻ പോട്ടാ. വേവിച്ച് വെച്ച് ബീഫ് അങ്ങനെ ഇതിൻ്റെ കളറുണ്ട്. ഇനി തീ കുറച്ചൊന്ന് കൂട്ടി വെക്കാം. ഇത് വെള്ളമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് ഒന്ന് മിക്സ് അങ്ങനെ ബീഫ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ മിക്സ് ചെയ്യട്ടോ. മിക്സ് ചെയ്ത് അപ്പോൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി അതേപോലെ നല്ല ഫ്രൈ ആയിരിക്കും. അപ്പോൾ നേരത്തെ വെച്ച ഈ എല്ലില്ലേ ഇത് ഞാൻ ഇതിൻ്റെ മേലെ നടും. ഇതിൻ്റെ മേലെ അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കും. അപ്പോൾ എന്താ അയച്ചിട്ട് അപ്പോൾ അത് മൂടി വെക്കുമ്പോൾ ഇതിങ്ങനെ മൂടി വെക്കുമ്പോൾ അങ്ങനെ വെച്ച് കൊടുത്താൽ ഇത് മൂടി വെക്കുമ്പോൾ ആ മസാല ഇതൊക്കെ അധികം പൊടിച്ചോളും. ഫ്രൈ പാന് മറ്റേ എല്ലാം എടുത്താൽ ഫ്രൈ പാന് പല കൊണ്ടിട്ട് വേഗം വരും. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്യല്. അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഓഫ് ആക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെക്കുമ്പോൾ ആ ഇതുമ്മൽ അതിന് മസാല ഇതൊക്കെ കൂടെ ഈ ആയിരമേലായിട്ട് പിടിച്ചോളും. അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും പറഞ്ഞ മുന്നേ ഇയാൾക്ക്